Hi all, welcome back to my channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മയോണൈസ്, ടൊമാറ്റോ സോസ് ആൻഡ് സലാഡ്. അപ്പോൾ ഇതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നോക്കാം. ഒരുപാട് പണിയൊന്നുമില്ല, 2 മിനിറ്റ് കൊണ്ട് ഇത് ഓരോന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷനും കാണാം. അതും പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ മയോണൈസാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഈ ഒരു സ്റ്റെപ്പ് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് മയോണൈസ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചെടുത്തിട്ട് നല്ലൊരു തിക്കാക്കി എടുക്കുക. ഓയിൽ ഒന്നായിട്ട് ഒഴിച്ചെടുക്കരുത്, കുറച്ച് സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു പേസ്റ്റായിട്ട് മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ടൊമാറ്റോ സോസ്, അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ടൊമാറ്റോ സോസ് തയ്യാറാക്കാനായിട്ട് വലിയ 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയുള്ളിയുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ, 2 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്. ഇതെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ സോസിൽ ചെറുനാരങ്ങയുടെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ ഒന്നും വേണമെന്നില്ല ഇതുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി അടുത്തത് നമുക്ക് വെജിറ്റബിൾ സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കുക്കുംബർ എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, 1 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 ചെറുനാരങ്ങ, ക്യാപ്സിക്കോയുടെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കുക്കുംബർ സ്ക്വയർ ഷേപ്പിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എരിവിനനുസരിച്ചാണ്. നല്ല എരിവാണെന്നുണ്ടെങ്കിൽ ഒരു 1 or 2 കൂടി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല നാടൻ തൈര് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിറും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിനാഗിർ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നല്ല ഹെൽത്തി ഒരു വെജിറ്റബിൾ സലാഡ് കുട്ടികൾക്ക് നല്ലതാണല്ലോ കഴിക്കാൻ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സലാഡ് തയ്യാറാക്കാൻ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ 3 സൈഡ് ഡിഷും വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി റെസിപ്പിനായിട്ട് അമാൻ മാം ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.